ഒടുവിൽ കുറ്റസമ്മതം നടത്തി CPM എത്തിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് പാർട്ടി അപൂർവമായി സമ്മതിക്കുന്ന ഒരു അവസരം. ഇപ്പോൾ MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നു, തെറ്റ് പറ്റിയിട്ടുണ്ട്, ജനവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ സമ്മതിക്കാണല്ലോ. ഇതിൻ്റെ കാരണം എന്താണ് ഇങ്ങനെ പറയാൻ? സാറിന് എങ്ങനെ വിലയിരുത്താൻ കഴിയുന്നു ഈ കുറ്റസമ്മതത്തെ? അല്ല, അത്യപൂർവമായിട്ടാണ് പാർട്ടിക്ക് തെറ്റ് പറ്റാറില്ല എന്നാണ് പറയാറുള്ളത്. EMSനോട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നൊരു കാലത്ത് ഇങ്ങനെ പാർട്ടി ഓരോന്നോരോന്നോ പറയുന്ന സമയത്ത് ചോദിക്കുന്നത് തെറ്റല്ലേ എന്ന്. അപ്പോൾ പറയും പാർട്ടിക്ക് തെറ്റ് പറ്റിയിട്ടില്ല. അന്നത്തെ വസ്തുനിഷ്ഠ സാഹചര്യം വിലയിരുത്തി പാർട്ടി എടുത്ത തീരുമാനം അന്നത്തെ സാഹചര്യത്തിൽ ശരിയാണ്. ഇന്നത്തെ വസ്തുനിഷ്ഠ സാഹചര്യത്തിൽ അത് തെറ്റുമാണ്. ഇതാണ് സാറിന് EMS പറയാറുള്ളത്. പക്ഷേ EMSൻ്റെ അത്രയും വിദഗ്ധനല്ലാത്തത് കൊണ്ടാണ് ഗോവിന്ദൻ തെറ്റ് സമ്മതിച്ചത്. പാർട്ടിക്ക് തെറ്റുപറ്റി, ഇനിയിപ്പോൾ തെറ്റ് തിരുത്തും പാർട്ടി എന്നാണ് പറയുന്നത്. പക്ഷെ അതിലൊരു കാര്യമുണ്ട്. സാധാരണഗതിയിൽ 25 കൊല്ലമാണ് പാർട്ടി ഒരു തെറ്റ് കണ്ടെത്താൻ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് തിരുത്തുള്ളൂ. ഇതിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തിരുത്തി. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടി ഇപ്പോൾ ഇവിടെ അല്ലാതെ വേറൊരിടത്തുമില്ല. അപ്പോൾ ഇവിടെ മാത്രമേ ഉള്ളൂ. അതിൽ പറഞ്ഞൊരു കാര്യം, പാർട്ടിക്ക് വോട്ട് കുറയാനുള്ള കാരണങ്ങളിലൊന്ന് വെള്ളാപ്പള്ളി നടേശനെ പിന്തുണച്ചതാണെന്നാണ്. വെള്ളാപ്പള്ളി നടേശനെ പിന്തുണക്കേണ്ട കാര്യമില്ല, കാരണം വെള്ളാപ്പള്ളി നടേശൻ തിരഞ്ഞെടുപ്പിന് മത്സരിച്ചിട്ടില്ല. തിരഞ്ഞെടുപ്പിന് മത്സരിക്കാത്ത വെള്ളാപ്പള്ളി നടേശനെ തിരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യാനായിട്ടാണ്? പക്ഷേ വെള്ളാപ്പള്ളി വർഗീയം പറഞ്ഞു, അവിടെയാണ് വിയോജിപ്പ് വരുന്നത്. വെള്ളാപ്പള്ളി എന്താ വർഗീയം പറഞ്ഞത്? വെള്ളാപ്പള്ളി പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്ന്, മലപ്പുറം ജില്ലയിലെ ഈഴവർക്ക് ഒരു പ്രൈമറി സ്കൂൾ അല്ലാതെ വേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നുമില്ല. മലപ്പുറം ജില്ലയിലെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഴുവൻ കൈയടക്കി വച്ചിട്ടുള്ളത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമാണ്. 30% വരുന്ന, അല്ലെങ്കിൽ 25% വരുന്ന ഈഴവർക്ക് ഒരൊറ്റ സ്ഥാപനം പോലും തന്നിട്ടില്ല. ഇതെങ്ങനെയാണ് വർഗീയമാകുന്നത്? ഇതിൽ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഈ സ്ഥാപനങ്ങളുണ്ട് എന്ന് പറയുന്നത് തെറ്റാണ്. വസ്തുതാവിരുദ്ധമല്ല, അത് വസ്തുതയാണ്. അപ്പോൾ വസ്തുത പറഞ്ഞാൽ എങ്ങനെയാണ് വർഗീയതയാകുന്നത്? വസ്തുത പറഞ്ഞാൽ വർഗീയത. ഇപ്പോഴും അത് തുടരുകയാണ്. എങ്ങനെ തുടരുന്നു? കോൺഗ്രസ്സിലേക്ക് വരുമ്പോൾ അവസ്ഥ മാറിയിട്ടില്ല. കാരണം ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളിയെ കാണാൻ പോയത് വർഗീയവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ പാണക്കാട് തങ്ങളെ കാണാൻ പോകുന്നത് ഏത് വാദത്തെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? മതവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്? അല്ലല്ലോ, അല്ലെന്നാണ് അവർ പറയുന്നത്. പാണക്കാട് തങ്ങൾ വർഗീയവാദിയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും SNDP യോഗം ജനറൽ സെക്രട്ടറിയും വർഗീയവാദിയാണെന്ന് പറയാം. പാണക്കാട് തങ്ങളും KK ഷാജിയും ഒക്കെ പറയുന്നത് ഞങ്ങൾക്ക് കിട്ടാനുള്ളത് ഞങ്ങൾ കണക്ക് പറഞ്ഞ് മേടിക്കുമെന്നാണ്. വെള്ളാപ്പള്ളി പറഞ്ഞത് കണക്ക് പറഞ്ഞിട്ട് അവർക്ക് കിട്ടുന്നില്ല എന്നാണ്. അതെങ്ങനെയാണ് വർഗീയമാകുന്നത്? പിന്നെ അയ്യപ്പ സംഗമം നടത്തിയത് തെറ്റായിപ്പോയി എന്നാണ്. അയ്യപ്പ സംഗമം നടത്തിയത് തെറ്റായിപ്പോയി എന്ന് അന്നേ പറഞ്ഞവരുണ്ട്. ഇപ്പോഴാണ് പാർട്ടിക്കത് ബോധ്യമായത്. അയ്യപ്പന്മാരോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തതല്ലല്ലോ. ആണോ? അല്ല. ഒരു ജിമ്മിക്സ് കാണിച്ചിട്ട് ഹിന്ദുക്കളെ കൂടെ നിർത്താൻ കഴിയുമോ എന്ന് പരിശോധിച്ചതാണ്. ഹിന്ദുക്കൾ കൂടെ നിൽക്കുന്നില്ല. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി ഈഴവരെ തള്ളിപ്പറയട്ടെ, അതിനുള്ള ആർജവം കാണിക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ഈഴവ സമുദായം വർഗീയമായി ചിന്തിക്കുന്നവരാണ്, അവരുമായിട്ട് പാർട്ടിക്ക് ബന്ധമില്ല എന്ന് പറയാൻ ഗോവിന്ദൻ തയ്യാറാകണം. കാരണം എന്തായാലും SNDP യോഗം ജനറൽ സെക്രട്ടറി കൂടെ 10-30% ഈഴവരുണ്ടല്ലോ.
അവർ മുഴുവൻ വർഗീയവാദികളാണെന്ന് പറയട്ടെ. വെള്ളാപ്പള്ളിക്ക് വേണ്ടി പറഞ്ഞതല്ലല്ലോ. ആണോ? അല്ല. പിന്നെ വെള്ളാപ്പള്ളി പറഞ്ഞ ഒന്ന് എന്താണ്? ഏറ്റവും ദരിദ്ര വിഭാഗങ്ങളുള്ളത് പിന്നാക്ക ജാതികളിലാണ്. അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഇല്ല, വസ്തുതയാണല്ലോ. വസ്തുതയല്ലേ? സമ്പന്നർ ഏറ്റവും കൂടുതലുള്ളത് മുസ്ലിങ്ങളിലും ക്രിസ്ത്യാനികളിലുമാണ്. വസ്തുതയല്ലേ? അപ്പോൾ ഇത് പറയുമ്പോൾ എന്തിനാണ് വസ്തുതകളോട് കലഹിക്കാൻ പാർട്ടി തീരുമാനിക്കുകയാണ്? അല്ല, ഇപ്പോൾ സാർ ഒരു സംശയം പെട്ടെന്ന് തോന്നുന്നു. വെള്ളാപ്പള്ളിയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്. ഇത്രയും നാളൊരു ഹിന്ദു ലൈനിലേക്ക് CPM വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കെ രാഗേഷിൻ്റെ അവസാനത്തെ പ്രതികരണവും നമ്മൾ ആ രീതിയിലാണ് കണ്ടത്. ഇപ്പോൾ തിരിച്ച് വീണ്ടും പോകാനാണോ, അത് ന്യൂനപക്ഷത്തിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ട്രാക്ക് മാറ്റമാണോ ഇത്? അല്ല, അതിനകത്തൊരു കാര്യം, നിങ്ങൾ ഈ ഹിന്ദുവിന് ഇപ്പോൾ വന്നതല്ല. EMSൻ്റെ പ്രസംഗം കേൾക്കണം. EMSൻ്റെ എല്ലാ പ്രസംഗങ്ങളും അവസാനിക്കുന്നു അതുകൊണ്ട് ഈഴവരാതി പിന്നാക്ക ജനവിഭാഗങ്ങൾ പാർട്ടിയുടെ കൂടെ നിൽക്കണം. അതാരാണ് ഈഴവരാതി പിന്നാക്ക ജനവിഭാഗങ്ങൾ? ഹിന്ദുക്കളല്ലേ? അതെ. എന്നാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് ബേസ് ഹിന്ദുക്കളല്ലാതെ ഉണ്ടായിട്ടുള്ളത്? എവിടെയാണ്? പക്ഷേ അങ്ങേയറ്റത്തെ പ്രീണന നയമല്ലേ? അത് നിൽക്കട്ടെ, ഹിന്ദുക്കളല്ലാത്ത അവർക്ക് ഏത് വോട്ട് ബേസ് ഉണ്ട്? ഇല്ല. എവിടെയുണ്ട്? ഹിന്ദുക്കളുടെ സ്വാഭാവികമായ രാഷ്ട്രീയ കക്ഷിയായിട്ടല്ലേ ഇവിടെ പ്രവർത്തിച്ചത്? മന്നത്ത് പത്മനാഭൻ്റെ പ്രസിദ്ധമായൊരു നിർവചനമുണ്ട്, പ്രസിദ്ധമോ കുപ്രസിദ്ധമോ. ആരാണ് കമ്മ്യൂണിസ്റ്റ് എന്നുള്ളതിന്? ജനിച്ച ചോകോൻ, നശിച്ച നായര്, പിഴച്ച നസ്രാണി. പറഞ്ഞത് മന്ദമായതുകൊണ്ട് അത് തെറ്റല്ല. ജനിച്ച ചോകൻ എന്ന് പറഞ്ഞാൽ ഈഴവരാതി പിന്നാക്ക വിഭാഗങ്ങളിൽ മഹാഭൂരിപക്ഷം പേരും അന്നും കമ്മ്യൂണിസ്റ്റാണ്, ഇന്നും കമ്മ്യൂണിസ്റ്റാണ്. അവരുടെ പാർട്ടിയായിട്ടല്ലേ വന്നത്. അപ്പോൾ അവരെ തള്ളിക്കളയണമെന്ന്. മുസ്ലിങ്ങളുടെ വോട്ടിന് വേണ്ടിയിട്ട് അവരുടെ പരമ്പരാഗത വോട്ട് ബേസ് ആയിട്ടുള്ള ഹിന്ദുക്കളെ തള്ളിപ്പറയാൻ പാർട്ടി ആർജവം കാണിക്കണം. വരട്ടെ, പാർട്ടി അവരുടെ കൂടെ നിൽക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അവരെന്നെ ആർജവം കാണിക്കട്ടെ. അല്ലാതെ ഇപ്പോൾ ഹിന്ദുക്കളുടെ പാർട്ടി ആയതല്ല മാർക്സിസ്റ്റ് പാർട്ടി. മാർക്സിസ്റ്റ് പാർട്ടി എന്നും കേരളത്തിൽ ഹിന്ദുക്കളുടെ പാർട്ടിയായിട്ടാണ് വന്നത്. അങ്ങനെ നിന്നുകൊണ്ട് പക്ഷേ മുസ്ലിം പ്രകടനമാണ് കാണിക്കാറുള്ളത്. എന്നും 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 ഈ മുസ്ലിം പ്രീണനം കാണിക്കും. അങ്ങനെ കാണിച്ചാണ് ഓരോ പ്രദേശത്തു നിന്നും മാർക്സിസ്റ്റ് പാർട്ടി ക്രമേണ അകന്നകന്നു പോയത്. ഹിന്ദുക്കളും അഹിന്ദുക്കളും തമ്മിൽ ഉള്ളൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഹിന്ദുക്കളെ തള്ളിപ്പറയുകയും അഹിന്ദുക്കളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന നയം മാർക്സിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട് എന്നും. എന്താ കാര്യം എന്നറിയാമോ? ഇത് ഫിക്സഡ് ഡെപ്പോസിറ്റാണ് ഹിന്ദു വോട്ട്, മറ്റത് വന്ന് കിട്ടണം. അപ്പോൾ രണ്ടും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ജയിച്ചു പോകാൻ പറ്റും സുഖമായിട്ട്. അതാണ് അതിൻ്റെ രീതി. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഇതങ്ങ് അവസാനിപ്പിച്ചിട്ട് ഈ മുസ്ലിം പ്രീണനത്തിലേക്ക് പ്രകടമായി വീണ്ടും പോവുകയാണ്. പക്ഷെ അവർ ചോര ആവശ്യപ്പെടും എന്നല്ലാണ്ട് വോട്ട് ചെയ്യില്ല. അവർ വോട്ട് ചെയ്യുമെന്ന് കരുതണ്ട. ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായ ഈ കൊടിയ ഒരു തോൽവിയുടെ കാരണം എന്ന് വെച്ചാൽ ഹിന്ദു വോട്ട് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. മുസ്ലിം വോട്ട് എന്നാണ് കിട്ടിയേക്കണത് മാർക്സിസ്റ്റ് പാർട്ടിക്ക്? എന്നാണ് കിട്ടിയേക്കണത്? കുറച്ച് പേരുണ്ടാകും, 5% പേര്. അതിൽ കൂടുതൽ ആരുണ്ട്? ഒരു രംഗത്തും മാർക്സിസ്റ്റ് പാർട്ടിക്ക് അല്ലാതെ മുസ്ലിം വോട്ട് കിട്ടിയിട്ടില്ലല്ലോ. ഒരു രംഗത്തും കിട്ടിയിട്ടില്ല. വേറെ ആരാണ് ഇവർക്ക് കൊടുത്തേക്കണമെന്ന് പറയട്ടെ. ക്രിസ്ത്യൻ വോട്ട് കിട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ ഇതിൽ പറയുന്നില്ലേ, പാർട്ടിക്ക് അടിത്തറയില്ലാതെയായി എന്ന് സന്ദേശത്തിൽ പറയുന്ന രീതിയിൽ പാർട്ടിയുടെ അടിത്തറ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ അടിത്തറ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന തിരിച്ചറിവിന് പകരം തങ്ങളിനി മൈനോറിറ്റി കമ്മ്യൂണിറ്റികളെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ മുന്നോടിയായിട്ടാണ്
വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയുന്നത് എന്നാണ് ഗോവിന്ദൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഗോവിന്ദൻ അത് പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഗോവിന്ദൻ അത് പരസ്യമായിട്ട് പറയണം എന്നാണ് ഞാൻ പറയുക. കാരണം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കണ്ടേ. അതെ. അല്ലാതെ അവിടെ ഇവിടെ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈഴവരാതി പിന്നാക്ക വിഭാഗങ്ങളെ തള്ളിക്കളയുമോ? നിങ്ങൾ ധൈര്യമായിട്ട് തള്ളിക്കളയൂ. എന്നിട്ട് മുസ്ലിം ക്രിസ്ത്യൻ ജനതയുടെ കൂടെയാണ് ഞങ്ങൾ എന്ന് പറയൂ. അത് പറയാനുള്ള ആർജവം മാർക്സിസ്റ്റ് പാർട്ടി കാണിക്കണം എന്നാണ് ഈ തെറ്റുതിരുത്തൽ പ്രമേയം വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. അവരത് കാണിക്കും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ? പിന്നെ അല്ലാതെ പിന്നെ എവിടെ നിൽക്കും? അല്ലാതെ എവിടെ നിൽക്കുമെന്ന് പറ. 2 വഞ്ചിൽ ഒരേ സമയം കാല് വെച്ച് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വെള്ളത്തിൽ പോകും, വെള്ളത്തിൽ വീഴും. ഇപ്പോൾ വീണ് കിടക്കുകയാണ്. ഇനി കുറേയും കൂടി താഴ്ന്നു പോകുമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം അതല്ലേ, ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയെ കാണണമെന്നുണ്ടെങ്കിൽ CP ജോണിനെ കാണാൻ പോകേണ്ടി വരും ഇവർ ഇന്ത്യയിൽ. അവസാനത്തെ അല്ല, ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ്. CP ജോൺ കമ്മ്യൂണിസ്റ്റ് ആണെന്നാണല്ലോ അവകാശപ്പെടുന്നത്. എന്ത് കമ്മ്യൂണിസം എന്നാണ് ഈ പറയണത്? വെറുതെ ചുമ്മാ മനുഷ്യരെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മ്യൂണിസവും ഇതുമായിട്ട് നടക്കുന്നതല്ലേ. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ. അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.